എല്ലാ മനുഷ്യരുടെയും പ്രപഞ്ചങ്ങളുടെയും എല്ലാത്തിന്റെയും സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കും നന്ദി. നിങ്ങൾ ഓരോരുത്തരും വളരെ വലിയ ശക്തിയുള്ള നിങ്ങളുടെ ലോകത്തിന്റെ തന്നെ അധിപന്മാരാണ്. നിങ്ങൾ അധിപന്മാർ. നിങ്ങൾ ഏത് സ്റ്റേജിൽ നിന്ന് ഏത് സ്റ്റേജിലേക്കാണ് പോകേണ്ടത് എന്ന് ഉണർത്തുന്ന ഒരു പണി മാത്രമാണ് ഈ ക്ലാസ്സിൽ നടക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഏത് സ്റ്റേജിലാണ്? ഒരു രാജാവും ആ രാജാവിന്റെ പരിവാരങ്ങളും. രാജാവ്, മന്ത്രി, പ്രധാനമന്ത്രി, പിന്നെ മറ്റു മന്ത്രിമാര്, സേനാധിപതി, പിന്നെ ഒരു 30 പേരുള്ള ഒരു ട്രൂപ്പ് ഓരോ തളത്തിലുണ്ടാവും. ആ ട്രൂപ്പിനൊരു ട്രൂപ്പ് ലീഡർ, വിങ് കമാൻഡർ, സാദാ ഭടൻ, അതിന് താഴെ പരിചാരകൻ. രാജ്ഞിയാണെങ്കിലും ഇങ്ങനെ തന്നെയാ അല്ലെ? രാജ്ഞിയാണേലും സിസ്റ്റം ഒരുപോലെയാണ്. ഇതിലെവിടെയാണ് നിങ്ങളുടെ പൊസിഷൻ? നിങ്ങളുടെ സോളിന്റെ പൊസിഷൻ എവിടെയാണ്? ഇവിടെയാണ് നിങ്ങളുടെ ആത്മവിശ്വാസം, അവിടെയാണ് നിങ്ങളുടെ ധൈര്യം, അവിടെയാണ് നിങ്ങളുടെ ആത്മധൈര്യം. ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള ആയുധം ഇരിക്കുന്നത് അവിടെയാണ്, ആ പൊസിഷനിലാണ്. ഏത് പൊസിഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്? രാജാവും ഒരു രാജ്ഞിയും അതിന്റെ പരിവാരങ്ങളും, അല്ലെങ്കിൽ ഒരു രാജാവും അതിന്റെ പരിവാരങ്ങളും, അതിൽ ഏത് പൊസിഷനിലാണ് നിങ്ങളുടെ ആത്മാവ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. നിങ്ങളുടെ രാജ്യത്തിന്റെ രാജാവും രാജ്ഞിയുമാക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. സിമ്പിൾ. ഇത്രേ ഉള്ളൂ. ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ, ചോദിച്ചത്രേ പറയാനോ. രാജാവൊന്നും ആയിട്ടില്ല നിങ്ങള് പിന്നെ അടിമയുടെ മുകളിൽ നിന്ന് ഒരു ഭടനായാൽ ഭാഗ്യം. രാജാവായി എന്നൊക്കെ തോന്നും. അതൊക്കെ വേറെ തലങ്ങളാണ്, ഓരോ തലങ്ങളാണ്. നമ്മൾ എവിടെയാണ്, രാജാവെന്ന് പറഞ്ഞാൽ എന്താ? ആ ഏരിയ അങ്ങ് പോട്ടെ, മാറിപ്പോട്ടെ എന്ന് പറഞ്ഞാൽ ഇല്ല. പിന്നെ അവിടെ മനസ്സിലായോ? ഇല്ല. നേരെ പോലും നോക്കൂല. അതെങ്ങനെ നോക്കുള്ളൂ മുമ്പിൽ വരുന്നവൻ. ആ കണ്ണിലിട്ട് നോക്കാൻ ഒന്ന് ഭയപ്പെടും, ഒന്ന് ഉള്ളൊന്ന് കാളും. രാജ്ഞിയുടെയും രാജാവിന്റെയൊക്കെ രാജ്ഞി ഇങ്ങനെ നടന്നു വരുവാണെങ്കിൽ ഇങ്ങനെ നിക്കോളൂ ഭടന്മാര്. ഇങ്ങനെ ഒളികണ്ണ് പോലും ഇട്ട് മുകളിലിട്ട് നോക്കൂല. അബദ്ധവശാൽ പോലും അബദ്ധം പറ്റി ഇങ്ങനെ ഇങ്ങനെ നോക്കൂലേ? ആ നോട്ടം പോലും ഇല്ല. നിങ്ങൾക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ ഏതെങ്കിലും പഴയ ഈ രാജാക്കന്മാരുടെയും അല്ല, പുതിയതായാലും കുഴപ്പമില്ല, ഹിന്ദി സിനിമകളൊക്കെ എടുത്ത് ഇങ്ങനെ കണ്ടുവെക്കുക. ഇങ്ങനെ ഭടന്മാരെയൊക്കെ നിർത്തിയേക്കണാണ് ഒരു ചലനമില്ലാതെ. രാജ്ഞിയൊക്കെ കടന്നു വരുവാണെങ്കിൽ, രാജാവ് കടന്നു വരുവാണെങ്കിൽ ഒരു ചലനം ഉണ്ടാവൂല. മനസ്സിലായോ? സിംബോളിക്കായിട്ട് പറഞ്ഞാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങൾ എവിടെയാണെന്ന്. ഞാൻ സിംബോളിക്കായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ആളുകളെ ചേർക്കാൻ പറഞ്ഞപ്പോ ഇനി നിങ്ങൾ ആരെയും പിടിച്ചോണ്ട് വന്നിട്ട് ആരെയും ആഡ് ചെയ്യരുത് കേട്ടോ ഗ്രൂപ്പുകളിലേക്ക്. നിങ്ങൾ അവരിട്ട് തരുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള മെസ്സേജ് ഇട്ട് കൊടുക്കാവുള്ളൂ. എന്നിട്ട് അവരോട് പറയാ, ഈ ഗ്രൂപ്പ് ഞാൻ കേറിയിട്ടുണ്ട്, ക്ലാസ് പങ്കെടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പങ്കെടുക്കാൻ പറയാം. ആരെയും പിടിച്ചുകൊണ്ട് ഇവിടെ ഇരുത്തരുത്. ആരെയും പിടിച്ചുകൊണ്ട് ഇരുത്തേണ്ട കാര്യം നമുക്കില്ല. നമുക്കില്ല. അല്ലാതെ തന്നെ ഒരുപാട് ആളുകൾ തന്നെ വന്ന് ചേരും.
നിങ്ങൾ പ്രചരിപ്പിക്കണം. പ്രചരിപ്പിക്കുക എന്നത് പറയുന്നത് നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഒരാൾക്ക് സമാധാനം, സന്തോഷം നൽകുക എന്നതാണ് ലോകത്തെ ഏറ്റവും പുണ്യകരമായ കാര്യം. ആ പുണ്യപ്രവർത്തിയിൽ നിങ്ങളുടെ ഒരു ഭാഗം നിങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അത് നിർവഹിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ മനസ്സ് വിശാലമാവും, മനസ്സിന്റെ വാതിലുകൾ തുറക്കും, ഹൃദയത്തിന്റെ വാതിലുകൾ തുറക്കും. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞത്. നിങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കും. നിങ്ങളാണ് ഇത് എത്തിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എപ്പോഴും ഞാൻ പറയും, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഓരോ ദിവസവും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ എഞ്ചിൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എഞ്ചിൻ വർക്ക്. നിങ്ങൾ എത്താൻ പോകുന്ന സ്റ്റേജ് ഇപ്പൊ 55 ദിവസമായി. 90 ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചു. ഞാൻ മുമ്പ് ആദ്യത്തെ ദിവസം പറഞ്ഞ ഫോട്ടോ എടുത്ത് വെച്ചോളാം. എന്നിട്ട് 90 ദിവസം കഴിഞ്ഞ് 41 ദിവസം കഴിഞ്ഞ് നോക്കാനാ ഞാൻ പറഞ്ഞു. ഇപ്പൊ തന്നെ സെൽഫി ഒരെണ്ണം എടുത്ത് വെച്ചോ. എന്നിട്ട് 90 ദിവസം കഴിഞ്ഞ് അന്നേരം സെൽഫി എടുത്തിട്ട് നിങ്ങൾ നോക്കും മുഖം. ആ മുഖത്തിന് ചുറ്റും വന്നിട്ടുള്ള പ്രകാശം എന്താണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ തന്നെ ആദ്യത്തെ ആ ദിവസത്തെ സ്ക്രീൻഷോട്ട് നൗഷിത്തിന്റെ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ അതും ഇപ്പോഴത്തെ സ്ക്രീൻഷോട്ടും എടുത്ത് നോക്ക്. വീഡിയോ മോഡി വന്ന ഒരു സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നവരുടെ മുഖം ഒന്ന് നോക്കിയാൽ മതി. സാറ് തന്നെ അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കണ മുഖം തിളങ്ങണേന്നൊന്നും ചോദിക്കണ്ട. ആ തിളക്കം അത് നിങ്ങളുടെ തിളക്ക. സ്ഥിരമായിട്ട് കയറുന്നവർക്ക് അത് മനസ്സിലാവും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2 തരം സ്നേഹത്തെ കുറിച്ചാണ്. സ്നേഹം 2 തരം. നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കിയിരിക്കേണ്ട, എല്ലാവരും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട, നിങ്ങളുടെ മുഴുവൻ മേഖലകളിലും, നിങ്ങളുടെ കുടുംബത്തിൽ മുഴുവൻ, നിങ്ങളുടെ ഫാമിലിയിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും, മക്കള് തമ്മില്, മാതാപിതാക്കള് തമ്മിലൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് സ്നേഹമാണ്. പ്രശ്നത്തിന്റെ കാരണം സ്നേഹമാണ്. പ്രശ്നത്തിന്റെ കാരണം സ്നേഹമാണ്. ഇപ്പൊ സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞു എല്ലാത്തിന്റെയും അടിസ്ഥാനം സ്നേഹമല്ലേ? എല്ലാത്തിന്റെയും അടിസ്ഥാനം സ്നേഹമാണ്. കഴിഞ്ഞ ദിവസം പാരന്റിങ് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചോ പറഞ്ഞു, സാർ എല്ലാവരെയും സ്നേഹിക്കാനല്ലേ പറഞ്ഞു മക്കളെയൊക്കെ. അവരൊരു പ്രത്യേക സോളായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അവരെ നിങ്ങൾ ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്നല്ലേ പറഞ്ഞത്? അതേടോ, അതേടി, ഞാൻ സ്നേഹിക്കാനാ പറഞ്ഞത്. നിങ്ങളോട് ആരോടും പേടിപ്പിക്കാൻ പറഞ്ഞു. അതിന്റെ ഒപ്പം ഭയം ഇടാൻ പറഞ്ഞു നിങ്ങളുടെ കൂടെ. ഭയം ആ സ്നേഹത്തിന്റെ ഒപ്പേ. ഞാൻ നിങ്ങളോട് സ്നേഹം കൊടുക്കാനും ബഹുമാനം കൊടുക്കാനും അല്ലേ പറഞ്ഞത്. നിങ്ങൾ സ്നേഹിക്കുകയാണെന്ന് 100 വട്ടം പറയുകയും ചെയ്യും. നിങ്ങൾ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാ പറഞ്ഞതെന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഉള്ളിൽ പേടിയുള്ളവരാ നിങ്ങള്, ഭീരുവാ നിങ്ങള്. അതാണ് 2 തരം സ്നേഹം. ഒരു സ്നേഹം ഒരു സ്നേഹം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും വളച്ചു കളയും. ഒരു കൂട്ടിനകത്താക്കി കളയും. ഒരു കൂട്ടിനകത്ത് വീട് മുഴുവൻ പ്രക്ഷുബ്ധമാകും. വീട്ടിലെപ്പോഴും കുഴപ്പങ്ങളായിരിക്കും. ഒരു സ്വസ്ഥതയും ഭാര്യയ്ക്കും ഉണ്ടാവില്ല, ഭർത്താവിനും ഉണ്ടാവില്ല, മക്കൾക്കും ഉണ്ടാവില്ല. അതാണ് കുഴപ്പം പിടിച്ചൊരു സ്നേഹം. ചിറകരിയുന്ന സ്നേഹം. നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കളുടെ കരങ്ങളിലാണ് ജനിച്ചത് അല്ലെ? ജനിച്ചു വളർന്നത് നമ്മളെല്ലാവരും, എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. വളരെ അപൂർവം പേർക്ക് അവര് മാതാവോ പിതാവോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അവരാണ് നമ്മളെ ചുമന്നതും, നമ്മളെ പോറ്റിയതും, നമ്മളെ സംരക്ഷിച്ചതും,
തീയും വെള്ളവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ പറഞ്ഞു തന്നതും ഒക്കെ അവരാണ്. എന്നാ ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ എന്താന്ന് നിങ്ങൾക്ക് അറിയാമോ? ലോകത്തിന്റെ അവസ്ഥ ഇന്ന് എവിടെയൊക്കെ ഏതൊക്കെ വീട്ടില് മക്കളുണ്ടോ, ഒരു കുറച്ചെങ്കിലും തിരിച്ചറിവുള്ള മക്കള് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവരെന്തിനാണ് എന്നെ ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ മക്കളോട് പേഴ്സണലായിട്ട് ചോദിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അത്ര അടുപ്പമുള്ള ആളോട് നിങ്ങൾ പറഞ്ഞതൊക്കെ അവർ അനുസരിക്കുന്നുണ്ടാവും, നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി. അവരെ നിങ്ങൾ നല്ല പിള്ളേരായിട്ട് മാർക്കിടും, അല്ലേ? അനുസരിക്കണവരെ. നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ട് എല്ലാം ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ പറയും, ഓ മിടുക്കനാണ് അവൻ. മറ്റവനെ കണ്ടോ, അവൻ ഒന്നും അനുസരിക്കാത്തവനാണ്, അവൻ പറഞ്ഞില്ലെങ്കിൽ അവൻ തിരിച്ചു പറയും. ഈ മാർക്ക് ആരാണോ നിങ്ങൾ ഇടാൻ പഠിപ്പിച്ചത്? നിങ്ങൾ പറഞ്ഞതെല്ലാം അനുസരിക്കണോൻ നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിക്കുന്നില്ല. സത്യത്തിൽ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ കാണുന്നതാണ് അനുസരണ. നിങ്ങൾ വിചാരിക്കുകയാണ് അതാണ് ഏറ്റവും നല്ല മോൻ, അതാണ് ഏറ്റവും നല്ല മോൾ എന്ന്. ഈ അനുസരിക്കുന്നതെല്ലാം നാളെ അവൻ വലുതാകുമ്പോൾ ഈ അനുസരണാശീലമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നവനുണ്ടല്ലോ, അവനായിരിക്കും ആദ്യം നിങ്ങളെ തള്ളിക്കളയാമോ. നിങ്ങൾ പറയുമ്പോ നിങ്ങളോട് എതിർത്ത് ഒച്ചപ്പാടുണ്ടാക്കണമുണ്ടല്ലോ, അവനായിരിക്കും നാളെ നിങ്ങളെ നോക്കാൻ പോകുന്നത്. നിങ്ങൾ രണ്ടിലും പ്രതീക്ഷ വെക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. രണ്ടിലും നിങ്ങൾ പ്രതീക്ഷ വെക്കരുത് ഒരിക്കലും. മക്കളിൽ നിന്ന് നോക്കുക അല്ലെങ്കിൽ അവർ പരിപാലിക്കുക എന്നുള്ള ഒന്നും അവരുടെ ഇതല്ല. അവർക്ക് ഒരു ധർമ്മമുണ്ട്, വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. നമ്മൾ പ്രതീക്ഷിക്കരുത് അതൊന്നും. അങ്ങനെ പ്രതീക്ഷിച്ചല്ല മക്കളെ വളർത്തേണ്ടത്. ഈ മക്കളെല്ലാം വിചാരിക്കുന്നുണ്ടാവും, ഈ പുള്ളിയും ഈ തള്ളൻ തന്തയും എന്തിനാണ് എന്നെ ഇങ്ങനെ നിയന്ത്രിക്കുന്നത്? ഞാനൊരു കുട്ടിയല്ല. 10 വയസ്സ് വരെ ഒരു കുട്ടിയുള്ളൂ. 10 വയസ്സ് വരെ. അതിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാമെങ്കിൽ പറഞ്ഞു കൊടുത്തോളണം, അതും മാന്യമായിട്ട്, കൊച്ചിനെ തല്ലാതെ, വളരെ മാന്യമായിട്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ കുട്ടിയല്ല. അവര് അവര് തന്നെ സ്വയം പറയും, ആ പേര് പറഞ്ഞിട്ട് ഞാൻ ചെയ്യട്ടെ എന്ന് പറയും. അന്നേരം നിങ്ങൾ സമ്മതിക്കൂല. സ്റ്റെയർ കേസ് കയറുമ്പോ മോനെ വീഴു എന്ന് പറയുമ്പോ ഇല്ല, അപ്പു ചെയ്തോളാം, അപ്പു തന്നെ ചെയ്യും, അപ്പു തന്നെ കേറുന്ന് പറയുമ്പോ അപ്പു തന്നെ കേറൂല, നീ കേറണ താഴെ ഇറങ്ങടാ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹമല്ല, നിങ്ങളുടെ ഭയമാണ്. ഭയമാണടോ, ഭയം. നിങ്ങൾക്ക് സ്നേഹം ഇല്ല. സ്നേഹത്തെക്കാൾ കൂടുതൽ നിങ്ങൾ മുഴിച്ചു നിൽക്കുന്നത് ഭയമാണ്. അവർ പരാജയപ്പെടുമോ എന്നുള്ള ഭയം, നിങ്ങൾ പരാജയപ്പെടുമോ എന്നുള്ള ഭയം, നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുമോ എന്നുള്ള ഭയം. എല്ലാ മക്കളും ചോദിക്കും, ഞാൻ എല്ലാം അറിയണമെന്ന് എന്തിനാണ് ഇവർ വാശി പിടിക്കണത്? അവരുടെ മനസ്സിൽ ചോദിക്കുന്നുണ്ടാവും, എന്ത് എല്ലാം അറിയണമെന്ന്, എല്ലാം അറിയണമെന്ന്, എല്ലാം അറിയണമെന്ന് എന്തിനാണ് വാശി പിടിക്കുന്നത്? എല്ലാം അവരെ പോലെ ആവണം, പെർഫെക്റ്റ് ആവണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എന്നെ പോലെ ആവണം. നിന്നെ പോലെ ആവാനാണോ ഒരാളെ വിട്ടേക്കുന്നത്? അവർക്ക് അവരെ പോലെയാണ് ആവേണ്ടത്, ഒരിക്കലും നിന്നെ പോലെയല്ല. ഒരു മക്കളും ഒരു മാതാവിനെ പോലെയോ പിതാവിനെ പോലെയോ ആവാനല്ല. അവരവരുടേതായ ലോകമാണ്. ആ ലോകം നിങ്ങൾ കാണിച്ചു കൊടുക്ക്. അവരെവിടെ ചെന്ന് നിൽക്കുമെന്ന് നിങ്ങൾക്ക് പോലും പറയാൻ പറ്റൂല. നിങ്ങളുടെ സ്നേഹത്തെ ഭയം കത്തിച്ചു കളയാണ്, ഭയം. ഈ സ്നേഹത്തിന് മുകളിൽ ഭയം വരുമ്പോഴാണ് നിയന്ത്രണമായി വരുന്നത്. നിയന്ത്രണം. ആരോട് ചോദിച്ചാലും പറയും, എനിക്ക് അവനോട് സ്നേഹമുള്ളതുകൊണ്ടാണ്, അവളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. ഒരു സ്നേഹവും ഇല്ല നിങ്ങൾ. ഒരു സ്നേഹമല്ല. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിട്ട്, ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ ആത്മാവിനോടാണ്, സോളിനോടാണ്. സോൾ. ഞാൻ നിങ്ങളുടെ ശരീരത്തോടോ മനസ്സിനോടോ അല്ല സംസാരിക്കുന്നത്.
നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേട്ട്, നിങ്ങളുടെ ഹൃദയത്തിലേട്ട്, നിങ്ങളുടെ ആത്മാവിനോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ പേടിക്കുന്നത് കൊണ്ടാണ് അവരെ നിയന്ത്രിക്കുന്നത്, സ്നേഹം കൊണ്ടല്ല. ഭയപ്പെടുന്നത് കൊണ്ടാണ്. മക്കളെ നഷ്ടപ്പെടുമോ എന്ന ഭയം, മക്കൾ തലതിരിഞ്ഞു പോകുമോ എന്നുള്ള ഭയം. എന്നിട്ട് ഇവര് മുട്ടിന് മുട്ടിന് പറയും, ഞാൻ ഭയങ്കര വിശ്വാസിയാണ്, ഞാൻ ഓർത്തഡോക്സ് ആണ്, ഞാൻ 5 നേരം നിസ്കരിക്കുന്നവനാണ്, ഞാൻ അതാണ് ഇതാണ്, മാങ്ങയാണ് മാങ്ങാത്തൊലിയാണ്. ദൈവം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര പ്രിയപ്പെട്ടവനാണ്, ഈശ്വരനാണ്. ഞാൻ രാവിലെയും വൈകിട്ടും അമ്പലത്തിൽ പോകുന്നവനാണ്. ഞാൻ എല്ലാ കുർബാനയും വിടാതെ പിന്തുടരുന്നവനാണ്. ഒരു കുന്തമില്ല, നിനക്ക് ഒരു തരി വിശ്വാസമില്ല, ഒരു തരി വിശ്വാസം. മക്കൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് നിനക്കുള്ളത്, വിശ്വാസമല്ല നിനക്കുള്ളത്. ഒരു സമർപ്പണവും നിനക്കില്ല, ഒരു സറണ്ടറും നിനക്കില്ല. നിങ്ങളൊരു രാജ്ഞിയല്ല, രാജാവുമല്ല, ഒന്നുമല്ല. വെറും അടിമയാണ് നിങ്ങൾ, അടിമ. പേടിക്കുന്ന അടിമ. നാളെ തന്റെ ഉള്ളതെല്ലാം നഷ്ടപ്പെടുമോ എന്ന് പേടിക്കുന്ന വെറും അടിമ. അവിടെയാണ് നിങ്ങളുടെ സ്റ്റേജ്, നിങ്ങളുടെ ആത്മാവിന്റെ സ്റ്റേജ്. നിങ്ങളൊരു തരി ഭയം, മക്കൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, മക്കൾ തെറ്റ് ചെയ്യുമോ എന്നുള്ള ഭയം, മക്കൾ വളരും തോറും തന്റെ പ്രസക്തി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. അങ്ങനെ 100,000 ഭയം. ഈ മക്കൾ എന്നെ നോക്കുമോ എന്നുള്ള ഭയം. ആ ഭയമാണടോ പിശാചിന്റെ ഭയം എന്ന് പറയുന്നത്. ആ ഭയമാണടോ ഇബിലീസിന്റെ ഭയം. ആ ഭയമാണടോ സാത്താന്റെ ഭയം. ആ ഭയമാണോ ഭൂതഗണങ്ങളുടെ ഭയം. നിങ്ങളെ ഈശ്വരനിൽ നിന്നും തെറ്റിക്കുന്ന, നിങ്ങളെ ബ്രഹ്മത്തിൽ നിന്നും തെറ്റിക്കുന്ന, നിങ്ങളെ സൃഷ്ടാവിൽ നിന്നും തെറ്റിക്കുന്ന, നിങ്ങളെ അള്ളാഹുവിൽ നിന്നും തെറ്റിക്കുന്ന ഭയമാണോ അത്. നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത്. നിങ്ങൾ പൂർണ്ണമായിട്ടും തെറ്റാണ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന ഭയങ്കര ഉപദേശം ഏറ്റവും നല്ലതാണ്. എന്താണ് നല്ലത് എന്ന് എനിക്കറിയാം. എന്താണ് നല്ലത് എന്ന് എനിക്കറിയാം. അവിടെയാണ് നിങ്ങൾ അമിതമായ നിയന്ത്രണങ്ങൾ വെക്കുന്നത് മക്കൾക്ക്. ഇന്ന സമയത്ത് വന്നം, ഇന്ന സമയത്ത് ചെയ്യണം, ഇന്ന സമയത്ത് അത് ചെയ്യണം, ഇന്ന സമയത്ത് ഇത് ചെയ്യണം. എനിക്കറിയാം, നിനക്കറിയില്ല. എനിക്കറിയാം. ആർക്കറിയാന്ന്? നിനക്ക് എന്തറിയാം? ലോകത്ത് ഒരു മനുഷ്യനെയും തടവിലാക്കി സംരക്ഷിക്കാൻ കഴിയൂല. തടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലല്ല, മതില് പണിത ജയിലല്ല കേട്ടോ. തടവറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മക്കൾക്ക് പണിതിരിക്കുന്ന തടവറയാണ് തടവറ. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ, ഈ യുഗം മാറുകയാണ്. മക്കൾ നിങ്ങളെ അങ്ങനെയൊന്നും എടുക്കൂല. നിങ്ങളുടെ സെൻസ് മാറുകയാണ്, ലോകം മാറുകയാണ്, റവല്യൂഷൻ എല്ലാം മാറുകയാണ്. ഒരാളെയും നിങ്ങൾക്ക് തടവിലാക്കി സംരക്ഷിക്കാൻ കഴിയൂല. നിങ്ങളുടെ നിങ്ങളുടെ ആ ആക്സസ് വിട്ടുപോകുന്ന ഒരു ദിനത്തിൽ അവര് നിങ്ങളെ തള്ളി പറയും. അവര് നിങ്ങളെ തള്ളി പറയും. അവർ രക്ഷപ്പെടും. അവർക്ക് തോന്നിയ മട്ട് അവർ പോവും. അപ്പോഴും നിങ്ങള് വിഷമിക്കുമായിരുന്നു. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് സമർപ്പണമാണ്, സറണ്ടർ ആണ്. സറണ്ടർ. നീ സറണ്ടർ ചെയ്യാൻ തയ്യാറായാൽ മാത്രം ഇവിടെ വന്നാ മതി. ഈ ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ്. നീ ഡിവൈനിറ്റിക്ക്, നീ വിശ്വസിക്കുന്ന ഈശ്വരന്, ദൈവത്തിന്, കർത്താവിന്, അള്ളാഹുവിന്, നീ ഏത് പേരിട്ട് വിളിക്കുന്നുവോ ആ ഈശ്വരന് നീ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്താൽ മാത്രമേ നിന്റെ വിജയം കാണാൻ പറ്റുള്ളൂ നിനക്ക്. അത് വിശ്വാസത്തിലാണ് ശരി, മക്കളുടെ കാര്യത്തിലാണ് ശരി, എല്ലാ കാര്യത്തിലും ശരി, എന്തിനാണേലും ശരി, എന്തിനാണേലും. ഇനിയും നിങ്ങൾക്ക് മാറാൻ സമയമുണ്ട്. മാറണം നിങ്ങൾ. നിങ്ങളൊരു കിങ്ങും ക്യൂനുമായിട്ടിരുന്ന് കഴിഞ്ഞാൽ മക്കൾ നിങ്ങളുടെ അടുത്തേട്ട് വരും. മനസ്സിലായോ? നിങ്ങൾ അടിമയായിട്ടിരുന്ന് കഴിഞ്ഞാൽ മക്കൾ ഓടി രക്ഷപ്പെടും. ഈ അടിമയുടെ അടുത്ത് വിട്ടുപോയേക്കാന്ന് വിചാരിച്ചിട്ട്. അവര് മാതാപിതാക്കളെ ദൈവങ്ങളായിട്ടാണ് കാണുന്നത് കുഞ്ഞായിരിക്കുമ്പോ. ഇവരാണ് എന്റെ ലോകം എന്നാണ് അവർ ചിന്തിക്കുന്നത്. പിന്നെ അവർക്ക് വലുത് 10 വയസ്സ് കഴിയുമ്പോ അവർക്ക് മനസ്സിലാവും, ഇത് അടിമയുടെ ലോകമാണ്, ഇത് ദൈവത്തിന്റെ ലോകമല്ല. ദൈവം സ്നേഹിക്കുകയാണ്, ദൈവം ബഹുമാനിക്കുകയാണ്, ദൈവം അക്സെപ്റ്റ് ചെയ്യുകയാണ്. ചുമ്മാ പറഞ്ഞാണ് കാണപ്പെട്ട ദൈവങ്ങളാണെന്ന്. ഇവര് കോട്ട പണിയുന്നവരാണ് നമുക്ക് ചുറ്റും.
എന്ന് മക്കൾക്ക് മനസ്സിലാവും. ഞാൻ വലിയ പുള്ളിയാ, ഞാൻ നല്ല വാപ്പായ, ഞാൻ നല്ല ഉമ്മായ, ഞാൻ അവർക്ക് എല്ലാ സ്നേഹവും കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ ചുമ്മാ പറഞ്ഞ, ചുമ്മാ ചുമ്മാ ഞാൻ നല്ല അച്ഛനാ, നല്ല അമ്മയാന്നൊക്കെ പറഞ്ഞ് വെറുതെ പറഞ്ഞ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ എന്താണ്, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ നിയന്ത്രണം വേണ്ട എന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. പൂർണ്ണ നിയന്ത്രണം വേണ്ട എന്നല്ല. നിങ്ങൾ മൊത്തം നിയന്ത്രണത്തിലാണ്. നിങ്ങൾ പേടിയിലാണ്. നിങ്ങൾക്ക് പേടിച്ചൊന്നും ആരും പിടിച്ചു നിർത്താൻ കഴിയില്ല. ഒരുത്തൻ വഴി തെറ്റി പോകാനാ തീരുമാനിച്ചാണെങ്കിൽ ആ വഴി തെറ്റി പോയിരിക്കും. നിങ്ങൾ എന്നൊന്ന് നിയന്ത്രിച്ച് കാണിച്ചതാ. നടക്കൂല. നിങ്ങക്ക് തോന്നണതാ അത്. നിങ്ങക്ക് തോന്നണതാ. ഒരുത്തൻ നിങ്ങളെ അനുസരിച്ച് അടിമയെ പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും അവനാണ് ഏറ്റവും നല്ല മോൻന്ന്. മോൻ, ഏറ്റവും നല്ല മോൾ. 10, 25, 30 വർഷം കഴിയുമ്പോ നിങ്ങക്ക് മനസ്സിലാവും. ഇതാ ഞാൻ ഇത് ഇതായിരുന്നു ഞാൻ പറഞ്ഞതെല്ലാം അനുസരിച്ച് നടന്ന മോനോ മോളെന്നുണ്ട്. അവര് പേടിച്ചിട്ട് നിൽക്കണയാണ് ചിലപ്പോ. ചിലര് പേടിച്ചിട്ട്, കാരണം വേറെ മാർഗമില്ല, എങ്ങോട്ടും പോവാൻ വഴിയില്ല. ഈ പുള്ളിയും ഈ തള്ളയും പറഞ്ഞത് അനുസരിച്ചേ പറ്റൂ. എനിക്ക് എവിടെങ്കിലും പോകുന്ന വരെ ഞാൻ ഇങ്ങനെ നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് എന്ന് വിചാരിച്ച് നിൽക്കുന്നതാണ്. എന്ന് വിചാരിച്ച് നിൽക്കുന്ന നിങ്ങൾ വിചാരിക്കും ഭയങ്കര അവൻ ഭയങ്കര ആ, ഒരു സോളിനെ നിങ്ങൾക്ക് കെട്ടിയിടാൻ പറ്റൂല. ഒരാത്മാവിന്റെ സ്വാതന്ത്ര്യം നിങ്ങൾ കവർന്നാൽ അവരെ ആത്മീയമായി തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യാണ്. മക്കളെ, അതായത് ഇവിടെ മനുഷ്യന്റെ, നിങ്ങളെല്ലാം നേടിയവരാണ്. എനിക്കറിയാം നിങ്ങളെല്ലാം നേടിയവരാണ്. ഇതിലിരിക്കുന്ന 99.9% പേരും ഭക്ഷണം കഴിക്കാനില്ലാത്തവരല്ല. ഒരു മൊബൈലെങ്കിലും റീചാർജ് ചെയ്യാൻ പറ്റാത്ത ഒരുത്തനും ഇതിനകത്ത് വന്നിരിക്കുന്നില്ല. എത്ര പ്രായമുള്ളവരാണെങ്കിലും ശരി. നിങ്ങൾക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ അങ്ങനെയുള്ളവരൊന്നും അല്ല ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളെ കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇവിടെ ഇരിക്കുന്ന ഓരോ ആത്മാക്കളെ എനിക്കറിയാം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഇനി എന്താണ് കിട്ടാനുള്ളത്, ഇനി എന്റെ ജീവിതത്തിൽ എന്താണ്, അതാണ് നിങ്ങൾക്ക് ഇവിടെ ഓരോ ദിവസം കിട്ടുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ചിലരും പറയാറില്ല എന്തോ ഒരു ആകർഷണം ഉണ്ടെന്ന്. ആ ആകർഷണം അല്ലാതെ കൂടോത്രം മന്ത്രവാദമൊന്നുമല്ല. ഇനി എന്താണ്, ഇനി എന്താണ് ഞാൻ അറിയാനുള്ളത്, ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്. ഉം. അതാണ് ഒരു മനുഷ്യ ജീവിതത്തിലെ, ഒരു മനുഷ്യ ജന്മത്തിലെ ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത്. എത്രത്തോളം നിങ്ങൾ അറിയുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ലെവൽ മാറും. അത് ഇന്നത്തെ ക്ലാസ്സിൽ പെട്ടതല്ല, അത് പിന്നെ പറഞ്ഞുതരാം. നിങ്ങളുടെ ലെവൽ മാറും. നിങ്ങളുടെ സോളിന്റെ ലെവൽ മാറും. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് അലയേണ്ടി വരില്ല. നിങ്ങൾ ആ ലെവലിലേക്ക് പോകും. ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് അലയേണ്ടി വരും അടുത്ത പരീക്ഷണങ്ങളായിട്ട്. ഓരോ നരകത്തിന്റെ ഓരോ സ്റ്റേജുകൾ മാറി പോകേണ്ടി വരും. അതിൽ നിന്ന് ഡയറക്റ്റ് പോകേണ്ട പണിയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബൈപ്പാസ്. ഓക്കെ, ഇത് ഇന്നത്തെ വിഷയമല്ല. നിങ്ങൾ ഓരോ തവണ മക്കളെ നിയന്ത്രിക്കുമ്പോഴും അവരുടെ ആന്തരികമായ ശബ്ദം, ആ ശബ്ദത്തെ അടിച്ചമർത്തുകയാണ്. അവരുടെ ആത്മാവിനെ നിങ്ങൾ അടിച്ചമർത്തുകയാണ്. പകരം ഭയം വെക്കുകയാണ്. ഭയത്തിന്റെ ശബ്ദം നിങ്ങൾ പകർന്നു കൊടുക്കുകയാണ്. ഭയത്തിന്റെ ശബ്ദം. സ്വർണ്ണച്ചങ്ങല പോലെയാണത്. സ്വർണ്ണച്ചങ്ങലയിൽ പൂട്ടിയിടുന്നത് പോലെയാണ്. പൂട്ടിയിടുന്നത് പോലെ. മക്കളുണ്ടെങ്കിലും മക്കളും മനസ്സിലാക്കണം. ഒരിക്കലും മാതാപിതാക്കളോട് യുദ്ധം ചെയ്യരുത്. ഇങ്ങനെയുള്ള മാതാപിതാക്കളോട് യുദ്ധം ചെയ്യുകയല്ല വേണ്ടത്. അവരുടെ വിവരമില്ലായ്മയാണ് എന്ന് മനസ്സിലാക്കണം. വിവരമില്ലാത്തവരായിരിക്കും എല്ലാരും ഇരിക്കണേ. അറിയാതെയാണെങ്കിലും മക്കളോട് ഒച്ച ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അത് ചെറിയ പൊടിക്കുഞ്ഞുങ്ങളോട് വരെ ഒച്ചയെടുക്കുന്നവരുണ്ടാവും അല്ലെ? നമ്മൾ ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്തിട്ട് അനങ്ങാതിരി ഒച്ചെടുത്തു, അത് ചെയ്യല്ലേ ഇത് ചെയ്യില്ലേ എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ ഒത്തിരി പേരുണ്ടാവും അല്ലെ? എന്തൊരു ക്രൂരതയായിരിക്കും അത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പറക്കാൻ വെമ്പി നിൽക്കുന്ന കിളിക്കുഞ്ഞിനെ അതിന്റെ അമ്മയും അച്ഛനും പറക്കാൻ പഠിപ്പിച്ച് പറക്കാൻ പഠിപ്പിച്ചിട്ട് വിടും. നിങ്ങൾ ആ ചിറകിനെ അരിഞ്ഞ് കളയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ നിങ്ങളെക്കാൾ എത്രയോ നല്ലതാണ് പക്ഷികൾ. എത്രയോ നല്ലതാണ്. മക്കളാണെങ്കിലും
മക്കളും ചിന്തിക്കണം അവരുടെ ഉദ്ദേശം. മാതാപിതാക്കളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. പക്ഷെ ആ സ്നേഹത്തോടൊപ്പം അറിയാതെ ഭയം. അപ്പൊ ഭയത്തിന് പിന്നിലെ സ്നേഹം മക്കള് കാണണം. എന്റെ ശബ്ദം നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നു, ഇത് റെക്കോർഡ് ആയതുകൊണ്ട് എപ്പോഴെങ്കിലും യൂട്യൂബിൽ എപ്പോഴെങ്കിലും മക്കൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ആ സ്നേഹത്തോടൊപ്പം അവര് ഭയം കലർത്തുന്നതുകൊണ്ടും അവരുടെ വിശ്വാസം, ആ വിശ്വാസമാണ് നമ്മളിവിടെ ശരിയാക്കണം. ഇവിടെ ശരിയാക്കുന്നത്, ഇവിടെ റിപ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ എഞ്ചിൻ പണിയാണ്, എഞ്ചിനാണ്. എഞ്ചിന്റെ മെയിൻ വർക്കാണ് വിശ്വാസം. ആ വിശ്വാസം ശരിയായ എല്ലാം ശരിയായി. നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തിയാൽ മതി. അതിനാണ് നമ്മളെ കാണുന്നത്. കണ്ണടച്ചിരുന്നിട്ട് നമ്മളെ കാണുകയാണ്. നമ്മളെ കാണുകയാണ്. ആ പ്രകാശത്തിന് ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റൂല ഇപ്പൊ. അവന്റെ ഉള്ളിൽ അതിനകത്ത് പോകാൻ പോയിട്ട് അതിനകത്തൊന്ന് ടച്ച് ചെയ്യാൻ പറ്റില്ല. ടച്ച് ചെയ്യാൻ ആണ് പഠിപ്പിക്കുന്നത്. കുട്ടികൾ ബഹളം വെക്കുമ്പോഴും നിയന്ത്രിക്കാൻ പാടില്ല. അവരെ തന്നെ ആ ബഹളം നിർത്തും. നിങ്ങൾ നിയന്ത്രിച്ചാൽ ബഹളം കൂടും. പിന്നെ നിങ്ങൾ അമർത്തിയിരുത്തേണ്ടി വരും. അടിച്ചമർത്തിയിരിക്കും. അടിച്ചാൽ വഴക്ക് പറഞ്ഞ് അവിടെ ഇരാ എന്നൊക്കെ പറഞ്ഞ് മൂലക്കെ കൊണ്ടുപോയിരുത്തി കഴിഞ്ഞാൽ അവൻ പേടിച്ചിട്ട് നിർത്തും. മറ്റത് അങ്ങനെയല്ല. മറ്റത് ബഹളം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം ബഹളം ഉണ്ടാക്കി കഴിയുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലായിട്ട് അവർ നിർത്തും. രണ്ടും രണ്ടാണ്. മക്കള് ചിന്തിക്കേണ്ടത് എനിക്ക് ഇവര് ചെറിയ വഴിയൊക്കെ ഇവര് ചെറുപ്പത്തിൽ കാണിച്ചു തരുന്നുണ്ട്, അല്ലെങ്കിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ആരുടെ? ഈ മാതാപിതാക്കളുടെ, ഈ വിഡ്ഢികളായ മാതാപിതാക്കളുടെ മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കുക. മോചനത്തിനായിട്ട്. എന്തിന്റെ മോചനത്തിന്? ദൈവമേ, സൃഷ്ടാവേ, ഈശ്വര, അള്ളാഹുവേ, ഇവരുടെ സ്നേഹത്തിൽ നിന്നും ഭയം നീക്കി കളയണേ എന്ന് മക്കള് പ്രാർത്ഥിക്കുക. ഭയം നീക്കി കളയണം. നിങ്ങളും പ്രാർത്ഥിക്കുക. ഓരോ മാതാപിതാക്കളും പ്രാർത്ഥിക്കുക. എന്റെ സ്നേഹത്തിൽ നിന്നും ഭയം നീക്കി കളയണേ. ആ ഭയം നീങ്ങിയ എല്ലാം നീങ്ങി. എല്ലാം 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 മാതാവ് പിതാവിനോട് പറയും, ദേ അവൻ ചെറുക്കൻ ഇപ്പൊ കണ്ടോ, അവൻ ഇങ്ങനെ അങ്ങനെ അടക്കുക, ഇങ്ങനെ അടക്കുക, ഇങ്ങനെ. നിങ്ങൾ വിചാരിക്കുക എന്റെ വൈഫ് പറയണതാണ്, എന്നും പറയും. ഞാൻ എന്ത് പാടുപെട്ടാ നിയന്ത്രിക്കണേന്ന് എനിക്ക് മാത്രം അറിയാം. അവരൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ ഇതിനേക്കാൾ വലിയ ഫിലോസഫിയാ വൈഫിന് പറഞ്ഞു കൊടുക്കും. എന്നിട്ടും പറയും. പിന്നെ എല്ലാരും പറയും അത്. നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കും. മാതാപിതാക്കളെ മനസ്സിലാക്കുക. നമ്മൾ മാതാപിതാക്കൾ മനസ്സിലാക്കുക. യഥാർത്ഥ രക്ഷിതാവ് എന്താണ്? ആരാണ് യഥാർത്ഥ രക്ഷിതാവ്? നിങ്ങളല്ല യഥാർത്ഥ രക്ഷിതാവ്. നിങ്ങൾ ആ രക്ഷിതാവിന്റെ ഒരു കണ്ണാടിയാണ്, ഒരു കണ്ണാടി. ആ കണ്ണാടി നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ആ കണ്ണാടിയിൽ പൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ, ആ കണ്ണാടിയിൽ വേറെ ആളാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ അല്ല ആ കണ്ണാടി കാണിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള പിശാചിനെയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഭൂതത്തെയാണ്, ദുർഭൂതത്തെ. നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവീകതയല്ല കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ, ആ ഭയം എവിടെ നിന്നാണ് വരുന്നത്? ഒരു സൃഷ്ടാവിന് ആരെങ്കിലും ഭയം ഉണ്ടാവും? നിങ്ങളുടെ ഈശ്വരന് ആരെങ്കിലും ഭയമുണ്ടോ? നിങ്ങളുടെ ഈശ്വരന് ആരെങ്കിലും ഭയമുണ്ടോ? നിങ്ങളുടെ അള്ളാഹ്ക്ക് ആരെങ്കിലും ഭയമുണ്ടോ? ഭയമുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആരാണ് നിങ്ങളുടെ മക്കൾ എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നത്? നിങ്ങളാണോ? അവിടെയാണ് വിശ്വാസം. നിങ്ങളല്ല. നിങ്ങളെ ഒരു 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 പോയിന്റ് 0.0000001% പോലും നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയൂല. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണ് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുമെന്ന്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ശബ്ദം ഉപയോഗിച്ച്, നിങ്ങളുടെ ആജ്ഞ ഉപയോഗിച്ച്, നിങ്ങളുടെ വടികൾ ഉപയോഗിച്ച് അത് മാറ്റി സ്ഥാപിക്കാന്നാണ്. നടക്കൂല. നിങ്ങളെന്ന് പറയുന്ന സ്വച്ഛാധിപതിയെ പ്രീതിപ്പെടുത്താനുള്ള ഒരാവശ്യം മാത്രമാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങളുടെ ലോജിക്ക്, നിങ്ങളുടെ ഉള്ളിലുള്ള പിശാചുണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിലുള്ള സൂക്ഷ്മ ശക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ദുർഭൂതം, അതിനെ തൃപ്തിപ്പെടുത്താനുള്ള പണി മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളൊരു വിശ്വാസിയല്ല. നിങ്ങൾ. നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങൾ
ഞെളിഞ്ഞു നിന്നിട്ട് നിങ്ങൾ എന്റെ മോനെ ഞാൻ ഡോക്ടറാക്കി എഞ്ചിനീയർ ആക്കി നിങ്ങൾ കുന്താക്കിയ അവന്റെ ഭാവി തൊലയ്ക്കുക ചെയ്യും. അവൻ എന്തെന്തൊക്കെയോ ആകേണ്ടതായിരുന്നു. എന്നിട്ട് നിങ്ങൾ കൊണ്ടുവന്ന ഒരു ഡോക്ടറാക്കിയിട്ട് നിങ്ങൾ ഇരുന്ന് അഭിമാനിക്കുകയാണ് നിങ്ങൾ എഞ്ചിനീയർ ആക്കി. നിങ്ങളാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത്, അവരല്ല തീരുമാനിക്കേണ്ടത് അവരെന്താണ്. ഒന്നും ആവണ്ടെന്ന്, ഒന്നും ആവണ്ട, ആവണം എന്ന് ആരാണ് പറഞ്ഞത്? അവരായാലേ എന്റെ സമൂഹത്തിൽ എനിക്ക് വില കിട്ടുള്ളൂ. എടോ, നിങ്ങൾ ചുമ്മാ ഒരു സാധാ ഷർട്ടും മുണ്ടും പാന്റും ഇട്ട് നിങ്ങള് ചെന്നാ നിങ്ങൾക്ക് വിലയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിലയുണ്ട്. നിങ്ങളുടെ മോൻ ഡോക്ടർ ആയതുകൊണ്ടോ എഞ്ചിനീയർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വില കിട്ടുന്നുണ്ടെങ്കിൽ അവരൊന്നും അല്ലാതായി കഴിഞ്ഞാൽ നിങ്ങളുടെ വില പോയില്ലേ? നിങ്ങൾ വെറും അടിമയായി മാറിയില്ലേ? നിങ്ങൾ ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കണ്ടോണ്ട് ബഹുമാനിക്കണം. ഇവനെ കണ്ടാൽ അറിയാം ഇവനൊരു വിശ്വാസിയാണ്, ഇവന്റെ അടുത്ത് ഒരു പണി നടക്കൂല, ഇവൻ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്തവനാണ്. എന്റെ തലയെ കെട്ടും തൊപ്പിയും കണ്ടിട്ടാ നിങ്ങൾ എന്നെ ബഹുമാനിക്കണത്? ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും വലിയ വലിയ വേഷം വലിയ ഷാളൊക്കെ പോച്ച് ഇരുന്നിട്ടാ നിങ്ങൾ എന്നെ ബഹുമാനിക്കണത്? ഞാൻ വലിയ കുറി തൊട്ട് വലിയ കാഷായ വസ്ത്രമൊക്കെ ധരിച്ചിരുന്നിട്ടാ നിങ്ങൾ എന്നെ ബഹുമാനിക്കണത്? എനിക്ക് അങ്ങനെ ഒരു ബഹുമാനം വേണ്ടോ? അങ്ങനെ ഒരു റെസ്പെക്ട് എനിക്ക് ആവശ്യമില്ലാന്ന് ഞാൻ ആദ്യം തന്നെ എഴുതി കാണിക്കുന്നതാ. നിങ്ങളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിട്ടല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടല്ല. നിങ്ങൾ എന്തെങ്കിലും പൊക്കി പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് സന്തോഷിപ്പിക്കാൻ വന്നിരിക്കണ അല്ലാന്ന് ഞാനിവിടെ. അതിനുവേണ്ടി വന്നിരിക്കണല്ല, അതെന്റെ ഡ്യൂട്ടിയല്ല. സത്യം പറയാൻ വേണ്ടി വന്നിരിക്കണയാണ്. ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി. കേട്ടാൽ അനുസരിച്ചാൽ നിങ്ങളുടെ കുടുംബം നന്നാവും, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. നിങ്ങളെന്ന സ്വച്ഛാധിപതിയെ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, നിങ്ങളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യരുത് നിങ്ങൾ. ആരെങ്കിലും മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവനെന്ത് വിചാരിക്കും, എന്റെ മോൻ എന്റെ കൂടെ വന്നില്ലെങ്കിൽ, എന്റെ മോൻ എല്ലാ കാര്യത്തിലും നിന്നില്ലെങ്കിൽ, എന്റെ മോൻ എല്ലാരെ പോലും പെരുമാറിയില്ലെങ്കിൽ അവര് ആരെന്ത് വിചാരിക്കാൻ, ആരെന്ത് വിചാരിക്കാൻ? ഒന്നും വിചാരിക്കൂല. നിങ്ങളുടെ തോന്നലാണത്, നിങ്ങളുടെ ഉള്ളിലുള്ള തോന്നലാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ സ്വച്ഛാധിപതിയായ നിങ്ങളുടെ മനസ്സ്, നിങ്ങൾക്ക് മാത്രം എല്ലാം എല്ലാം ഭയം, എല്ലാം നിരസിക്കുമെന്നുള്ള ഭയം, ആരെയൊക്കെ പ്രീതിപ്പെടുത്താനുള്ള ആവശ്യം, ആരെയൊക്കെ പ്രീതിപ്പെടുത്താൻ, ആരെ പ്രീതിപ്പെടുത്താൻ? എന്നിട്ട് വീടിന്റെ ഉള്ളിൽ എപ്പോഴും കലുഷിതമായ അന്തരീക്ഷം, എപ്പോഴും കലുഷിതമായ അന്തരീക്ഷം. അതാണ് പതുക്കെ പതുക്കെ ചെയ്യേണ്ടത്. ജീവിക്കാനുള്ള നിങ്ങൾ അനുവാദം കൊടുക്കുന്നുണ്ടല്ലോ, അനുവാദം കൊടുക്കുന്നത് നിങ്ങൾ നിർത്തുന്ന നിമിഷം നിങ്ങളുടെ മക്കള് ജീവിക്കാൻ തുടങ്ങും. മാതാപിതാക്കള് അനുവാദം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നില്ലേ? ആ അനുവാദം നിങ്ങൾ നിർത്തണം. അപ്പം മക്കള് പറക്കാൻ തുടങ്ങും. അപ്പോഴേ അവർ വെളിച്ചം കാണുള്ളൂ. മാതാപിതാക്കളിലൂടെയാണ് ജനിച്ചത് മക്കൾ എന്ന് ബോധ്യമുണ്ടായി ആ മക്കള് നിങ്ങളെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടി മാറ്റണം. നിങ്ങളുടെ സ്നേഹം ബന്ധനമായി മാറരുത്, ബന്ധനമായി മാറരുത്. പേടി മാറ്റണം. നിങ്ങൾ സത്യം പറഞ്ഞു, നിങ്ങൾ തെറ്റുകൾ തിരുത്തണം. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, ഞാൻ എന്റെ മോനോട് ചെയ്ത് തെറ്റായി പോയി, അല്ലെങ്കിൽ എന്റെ മോളോട് പോയി ചെയ്ത് തെറ്റായി. നിങ്ങൾ മാപ്പ് പറയണം, മാപ്പ് പറയണം. ഞാൻ വാപ്പായാണ്, ഞാൻ അച്ഛനാണ്, ഞാൻ അപ്പനാണ്, അപ്പൻ. ഞാൻ എന്റെ മോനോട് മാപ്പ് പറയാനോ മോളോട് മാപ്പ് പറയാനോ? ഉം ഇതും നിങ്ങളുടെ നിങ്ങളുടെ സൃഷ്ടാവ്, നിങ്ങളുടെ ഈശ്വരൻ, ദൈവം, കർത്താവ്, അള്ളാഹു തെറ്റ് ചെയ്യൂല എന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ പറയുന്നത്. അപ്പോൾ അതേ ലെവലിൽ കാണുന്ന ഒരാള് തെറ്റ് ചെയ്താൽ എന്തായാലും ഈശ്വരനും ദൈവത്തിനും അള്ളാഹുവിനും ഒന്നും ഒരു തെറ്റും പറ്റൂല, ഒരു തെറ്റും ഉണ്ടാവൂല, ഒരു 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 തെറ്റുമില്ല. എല്ലാത്തിനും അതിൻ്റെതായ ക്രമമുണ്ട്, ഒരു കോസ്മിക് ക്രമമുണ്ട്. ആ ക്രമത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
നമ്മുടെ കണ്ണിലാണ് അതെല്ലാം തെറ്റായി കാണുന്നത്. പക്ഷെ മനുഷ്യൻ തെറ്റ് സംഭവിക്കും. അപ്പൊ ആ മാതാപിതാക്കളെ ദൈവമായി കാണുന്ന മക്കളുടെ അടുത്ത് എന്ത് ചെയ്യണം? ആ ദൈവം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമ ചോദിക്കണ്ടേ? നിങ്ങൾ ക്ഷമ ചോദിക്കണം. എന്നിട്ട് നിങ്ങൾ തിരുത്തണം. ആ സ്നേഹം ഒരിക്കലും ബന്ധിക്കാൻ അനുവദിക്കരുത്. ബന്ധിക്കാൻ പുറത്ത് കിടക്കണം നിങ്ങള്. നിങ്ങളൊരു ഒരു ലൂപ്പിനുള്ളിലാണ് നിങ്ങൾ ലൂപ്പ്. ഇന്ന് അർഷീന പറഞ്ഞില്ലേ 8ന്റെ പണി കിട്ടുമെന്ന്. 8 എന്ന് പറഞ്ഞ ഒരു ലൂപ്പാണ്. നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ മതി. 8 ഇങ്ങനെ ഇട്ട് നോക്കിയാൽ മതി. അതിനകത്ത് പുറത്ത് കിടക്കാൻ പറ്റൂല. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പൊങ്ങും താഴും പൊങ്ങും താഴും ഒക്കെ ചെയ്യും. പക്ഷെ ഏത് സമയം അതിന്റെ ഉള്ളിൽ അതിനാണ് 8ന്റെ പണി എന്ന് പറഞ്ഞത്. ഇങ്ങനെ ആ ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവൂല. നിങ്ങള് ഭയമിട്ടാൽ ഭയം അതിൽ നിന്ന് പുറത്തു കിടക്കണം. ലൂപ്പിൽ നിന്ന് പുറത്തു കിടക്കണം. മത്സരത്തിലൂടെയല്ല, മറിച്ച് പ്രകാശത്തിലൂടെ. ഭയത്തിലൂടെയല്ല, മറിച്ച് ദൈവ സ്നേഹത്തിലൂടെ, ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ. അടിമയായിട്ടല്ല മക്കള് ജീവിക്കേണ്ടത്. നിങ്ങളുടെ അടിമയായിട്ടല്ല മക്കള് ജീവിക്കേണ്ടത്. ഒരു കിങ് ആയിട്ടാണ് ജീവിക്കുന്നത്. കിങ്. നിങ്ങൾ വളരെയധികം മനസ്സിലാക്കണത്. ഇല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ സംഭവിക്കും. ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവൂല. മക്കൾ കൺകുളിർമയാകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതാണ് പ്രാർത്ഥിക്കുന്നത്. മക്കൾ എന്റെ മോനെ നന്നാക്കണേ, എന്റെ മോളെ നന്നാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രാർത്ഥിച്ചതിന് ശേഷം മോനെ മോളെ ആ കൈകളിൽ ഏൽപ്പിക്കാൻ തയ്യാറാവണം. ആ കൈകളിൽ ഏൽപ്പിക്കാതെ നിങ്ങളുടെ കൈകളിലാന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ കൈകളാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ചെയ്യുന്നത് ഈശ്വരനിൽ പങ്കു ചേർക്കുകയാണ്. ഈശ്വരനേക്കാൾ വലുതാണ് ഞാൻ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഞാൻ ഒന്നും ഇവിടെ ഹീലാക്കുന്നില്ല. ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ആ സൃഷ്ടാവിൽ നിന്നാണ്, ഈശ്വരനിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ്, അള്ളാഹുവിൽ നിന്നാണ്. എനിക്കൊരു കഴിവുമില്ല. ഞാൻ വെറും ഒരു ചാലകം മാത്രം, വെറും ഒരു വയർ മാത്രം, വേറെ ഒന്നുമില്ല. മനസ്സിലായോ? നിങ്ങളത് മാറ്റണത്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് മാറ്റണം. ഒരിക്കൽ ഒരു ശാന്തമായ ഒരു താഴ്വരയിൽ ഹാറൂൺ എന്ന് പറയുന്ന ഒരു വൃദ്ധനായ തോട്ടക്കാരൻ ജീവിച്ചു. വൃദ്ധനായ ഒരു തോട്ടക്കാരൻ, വലിയ തോട്ടം, മരങ്ങളും ചെടികളും ഒക്കെ വച്ചു പിടിപ്പിക്കുന്ന ഒരു തോട്ടം ഉടമ. അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ നിരവധി വൃക്ഷങ്ങളും നിരവധി മരങ്ങളും, ഇല്ലാത്ത മരങ്ങളില്ല. ലോകത്തുള്ള എല്ലാ ചെടികളും മരങ്ങളും ഒക്കെ അദ്ദേഹം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര സ്നേഹത്തോടും സൗമ്യതയോടും കൂടിയിട്ടാണ് ആ മരങ്ങൾ, ഒരു സ്വന്തം മക്കളെ വളർത്തുന്നത് പോലെയാണ് ആ മരങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ ആ തോട്ടക്കാരൻ പരിപാലിച്ചിരുന്നത്. സ്വന്തം മക്കളെ വളർത്തുന്നത് പോലെ അത്ര സമർപ്പിതനായ, അത്രയും സറണ്ടർ ചെയ്തിട്ടുള്ള, ഭൂമിയോട് അത്രയും സമർപ്പണമായ, സസ്യങ്ങളോടും എല്ലാ വൃക്ഷലതാദികളോടും ഒക്കെ വളരെ സ്നേഹമുള്ള ഒരു തോട്ടക്കാരനായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്, ഹാറൂൺ. അദ്ദേഹം ഒരിക്കൽ തന്റെ പൂന്തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ചെടി, ഒരു ചെറിയ കുഞ്ഞി തൈ, അത് മാത്രം ദുർബലമായിട്ട് ഇങ്ങനെ വളഞ്ഞ് ഒടിയാറായി നിൽക്കുന്നത് അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടു. ബാക്കി ചെടികളെല്ലാം നല്ല തഴച്ചു വളരുന്നു. അദ്ദേഹം പറയുന്നത് അനുസരിക്കുന്നു, വെള്ളമൊഴിച്ചു കൊടുക്കുന്നു, വലുതാകുന്നു. എല്ലാം കൃത്യമായി അദ്ദേഹത്തിന്റെ സ്വന്തം മക്കളെ പോലെ താൻ പറയുന്നത് പോലെ വളരും. താൻ മനസ്സിൽ കാണുന്നത് പോലെ വളരും. ഒരു തൈ മാത്രം ദുർബലമായിട്ട് ഇങ്ങനെ നിൽക്കും. ഇദ്ദേഹം എന്ത് ചെയ്തു? അതിന് ചുറ്റും ഒരു വേലി കെട്ടി, ഒരു വേലി. എല്ലാ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അത് ഒടിഞ്ഞു പോകാതിരിക്കും. കാരണം അതിന് ദുർബലമായ ഒരു തൈയാണല്ലോ, അത് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വേലി കെട്ടി. ദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചുറ്റും ഒരു വേലി. എല്ലാ ദിവസവും അദ്ദേഹം അതിന് വെള്ളം ഒഴിച്ചു. എല്ലാ ദിവസവും. ഈ കൊടുങ്കാറ്റിൽ അത് ഒടിഞ്ഞു പോകും എന്ന് അദ്ദേഹം ഭയപ്പെട്ടു.
അതിനോട് സ്നേഹത്തോടുകൂടിയൊക്കെ സംസാരിച്ചു. ചില സമയത്ത് വഴക്കും പറഞ്ഞു. ആ തൈ വളർന്നു. തൈ വളർന്ന് അത്യാവശ്യം നിവർന്നു നിന്നു. അത്യാവശ്യം നിവർന്നു നിന്നു. ആ തൈ ഒരു ചെറിയ മരമായി മാറി. പക്ഷെ അപ്പോഴും ആ വേലി, ഈ ഹാറൂൺ പേടിച്ചിട്ട് കാറ്റിനെ ഭയന്ന് അപ്പോഴും ആ വേലി കുറച്ചുകൂടി മുറുക്കി കെട്ടി. കാരണം ഇവൻ ചെറുപ്പത്തില് ഇവൻ അത്ര സ്ട്രോങ് അല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും ഇനി എങ്ങാനും ഇതെങ്ങാനും വളഞ്ഞൊടിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് കാറ്റിനെ ഭയന്ന ഹാറൂൺ ശരിക്കും വേലിയൊന്ന് മുറുക്കി കെട്ടി. അപകടങ്ങളെ ഭയപ്പെട്ടു. അപകടത്തിൽ പെടുമോ മരം? കാറ്റെങ്ങാനും വന്ന് ഇനിയും പഴയ അവസ്ഥയിലിട്ട് ഒടിഞ്ഞു പോവോ? മരം ഒടിഞ്ഞു വീഴോ? വളയോ? വഴി തെറ്റിപ്പോയി വേറെ എങ്ങോടെങ്കിലൊക്കെ വളഞ്ഞു കയറി പോവോ എന്നൊക്കെ ഇദ്ദേഹം ഭയപ്പെട്ടുകൊണ്ട് ചുറ്റും സ്ട്രോങ് ആയിട്ട് വീണ്ടും ഇത് വളരും തോറും ആ വേലി മുറുക്കിക്കൊണ്ടിരുന്നു. വലിയ വേലിയാക്കി, വലിയ കമ്പിയാക്കി. ഒരു ദിവസം ഒരു യാത്രക്കാരൻ അതിലെ വന്നു. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, നോക്കിയിട്ട് പറഞ്ഞു, ഈ മരം, നിങ്ങളെ മരത്തിന് ചുറ്റും ഒരു വേലി കെട്ടിയിട്ടുണ്ടല്ലോ, അതെന്തിനാണ് കെട്ടിയിരുന്നത്? മരം ഭയങ്കര മനോഹരമായ ഒരു മരമാണ്. ആ മരത്തിൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അത് യുണീക്കാണ്. അതിന് പ്രത്യേക കഴിവുണ്ട്. പക്ഷെ നിങ്ങളെ ചുറ്റും കെട്ടിയിരിക്കുന്ന വേലി അതിന്റെ കൈകളും കാലുകളും ബന്ധിപ്പിച്ചിരിക്കുകയാണ്. എന്തോ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്ന കൈകൾ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മോചനത്തിന് വേണ്ടി നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ ആ മരം, ആ ചെറിയ മകൻ എന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ ആ മരം, മകൾ എന്ന് വിചാരിക്കുന്ന മരം ശ്രമിക്കുകയാണ്. അപ്പൊ ഹാറൂൺ നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മാത്രമല്ലേ അതിനെ സംരക്ഷിക്കാനുള്ളൂ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതിനെ സംരക്ഷിക്കാൻ, അതിനെ ഉറപ്പിച്ചു നിർത്താൻ, അതിന് ശക്തി പകരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് കെട്ടിവെച്ചിരിക്കുന്നത്. ആ യാത്രക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ വേലി കുഞ്ഞായിരുന്നപ്പോൾ, അത് ചെറിയ തൈയായിരുന്നപ്പോൾ അതിനെ സംരക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു മരമാണ്. നിങ്ങൾ ചുറ്റും കെട്ടിയിട്ടുള്ളത് ഒരു ജയിലാണ്, ജയിൽ. ആ വേലി നിങ്ങൾ നീക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഇവിടെ വളർത്തിയ, ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന ആകാശത്തെ ഒരിക്കലും അതിനറിയാൻ പറ്റൂല, അറിയാൻ പറ്റൂല. ആ രാത്രി ഹാറൂണിന് ഉറക്കം കഴിഞ്ഞില്ല. അയാൾ ആ മരത്തിന്റെ അരികിലിരുന്നു. മരത്തിന് മുകളിൽ നക്ഷത്രങ്ങൾ മിന്നി മറയുന്നത് കണ്ടു. തോട്ടക്കാരൻ അത്ഭുതം കണ്ടു. ആ മരം സംസാരിച്ചു. വാക്കുകൾ കൊണ്ടല്ല, ആ ഇലകൾ അനങ്ങുന്നതിലൂടെ, നിശബ്ദമായ കാറ്റിലൂടെ. ബാബാ, നീ എനിക്ക് വേരുകൾ തന്നു, നീ എനിക്ക് വെള്ളം ഒഴിച്ചു തന്നു, നീ എനിക്ക് ജീവൻ തന്നു. പക്ഷെ ഞാൻ അതിനേക്കാൾ കൂടുതലായിട്ട് നേടാൻ വേണ്ടി ജനിച്ചവനാണ്. ഞാൻ ജനിച്ചത് സൂര്യപ്രകാശത്തിന് വേണ്ടിയിട്ടാണ്, ആകാശത്തിന് വേണ്ടിയിട്ടാണ്, പക്ഷികളുടെ പാട്ടിന് വേണ്ടിയിട്ടാണ്. എന്നെ ഇനിയും, ഇനിയും കെട്ടിയിടല്ലേ, കെട്ടിയിടല്ലേ. എന്നെ ഒന്ന് നോക്കൂ ശരിക്കും. ഞാൻ ചുറ്റും കെട്ടിയിടേണ്ട ഒരു തൈയല്ല, ഞാൻ പറക്കാൻ പഠിക്കുന്ന ഒരു ആത്മാവാണ്, ഒരു ആത്മാവ്. ഹാറൂന്റെ കണ്ണുകൾ നിറഞ്ഞു. വിറക്കുന്ന കൈകളോടെ എഴുന്നേറ്റ്, ഈ വേലിയാണ് എല്ലാം സംരക്ഷിക്കുന്നതെന്ന് വിചാരിച്ച വേലി അദ്ദേഹം മുറിച്ചു മാറ്റി. കോപം കൊണ്ടല്ല, സ്നേഹം കൊണ്ടല്ല. ആ മരത്തിന് ഒന്നും ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, ഒന്നും കളയാൻ വേണ്ടിയിട്ടല്ല, ആ മരത്തിന് ഉയരാൻ വേണ്ടിയിട്ട്, സ്വതന്ത്രനാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ആ തോട്ടക്കാരന് മനസ്സിലായത്, അവൻ വെറും ഒരു തോട്ടക്കാരൻ മാത്രമായിരുന്നില്ല, അവനും ഒരു വടവൃക്ഷമായിരുന്നു, അവനും വലിയൊരു വൃക്ഷമായിരുന്നു, വലിയ കഴിവുകളുള്ള എന്ന് മനസ്സിലാകുന്നു. സ്നേഹം വിശ്വാസമായി മാറണം, സ്നേഹം ഭയമായി മാറരുത്. സംരക്ഷണം അനുഗ്രഹമായി മാറണം, അനുഗ്രഹമായി മാറണം. ഇവിടെ കുട്ടികളും മാതാപിതാക്കളും അവരുടെ റോള് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, റോൾ പ്ലേ. നാടകത്തിലെ റോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാറണം. ആ റോളുകൾക്ക് അപ്പുറമായി മാറണം.
ദൈവികതയിലേക്കുള്ള പങ്കിട്ട ഒരു പാതയിൽ ഒരാത്മാവിനെ കണ്ടുമുട്ടുമ്പോൾ, ആത്മാവിനെ കണ്ടുമുട്ടുമ്പോൾ എത്ര ബഹുമാനം കൊടുക്കും. ആ ബഹുമാനം മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്കും, മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്കും ഉണ്ടാവണം. ആ വേലി നിങ്ങൾ തകർത്ത് കളയണം. ആ വേലിയെ മക്കള് ശപിക്കുകയും ചെയ്യരുത്, തോട്ടക്കാരനെ ശപിക്കരുത്. എന്നാലും സൗമ്യമായിട്ട് നിങ്ങൾ ചെയ്യണം. അതിന് നിങ്ങൾ നിശബ്ദമാകണം. നിങ്ങളെ മക്കളുടെ മുമ്പിൽ നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്. വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷമാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഒന്നിനും വേണ്ടി ഫോഴ്സ് ചെയ്യരുത് അവരെ. ഒന്നും സംസാരിക്കരുത്. നിങ്ങൾ സ്റ്റാൻഡ് ക്ലിയർ ആയിരിക്കണം. നിങ്ങളെ ഒന്നിനും വേണ്ടി നിയന്ത്രിക്കരുത്. ഒന്നും പറയരുത്. ഒരു നിർദ്ദേശങ്ങളും കൊടുക്കരുത് കുറച്ച് ദിവസത്തേക്ക്. തെറ്റ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എല്ലാ ദിവസവും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വളരെ കൃത്യമായ വിവരം കിട്ടും. ഇന്ന് 300 അടുക്കാൻ പോവാണ് നമ്മൾ. ഓക്കെ, 274ആയി. നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് 500 ആക്കാം. ഓക്കെ, 500 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സർപ്രൈസ്. ഇത്രയും പെട്ടെന്ന് ആക്കിയ. ഇന്നലെ പറഞ്ഞുകൊണ്ട് ഒറ്റയടിക്ക് എണ്ണം കൂടി. ഓക്കെ, ആദ്യമായിട്ട് പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ മിനിമം 7 ദിവസമെങ്കിലും നിങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കണം. ഏറ്റവും കുറഞ്ഞത് 90 ദിവസമാണ് ഇതിന്റെ കണക്ക്. 90 ദിവസം കഴിയുമ്പോൾ ഫസ്റ്റ് ലെവലിലെങ്കിലും എത്തുള്ളൂ. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഫ്രീ ആയിട്ട് തന്നെ തുടരുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് നിങ്ങൾ രാവിലെ എല്ലാവരും പങ്കെടുക്കുക. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒരു മതപരമായോ ജാതീയപരമായ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, മതം, ജാതി, വർണ്ണം, വർഗം, വിദ്യാഭ്യാസം, നിങ്ങളുടെ തൊഴിൽ, ഇതൊന്നും ഈ പ്രോഗ്രാമിന് തടസ്സമല്ല. ഓക്കെ, നിങ്ങളിവിടെ ചെയ്യുന്നത് നിങ്ങളുടെ സോളിനെ പവർ ചെയ്തുകൊണ്ട്, നിങ്ങളുടെ മനഃശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒരു അന്ത്യം ഉണ്ടാക്കുക എന്ന ഒരു മിഷന്റെ, എല്ലാവർക്കും സമാധാനം എന്ന ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. മാജിക് മൈൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ട്രെയിനേഴ്സും ഞാനും അടങ്ങുന്ന ഒരു ടീമാണ് ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പോ ഒരു ഏതാനും നിമിഷം, ഒരു കുറച്ച് സമയം നമ്മളൊന്ന് സൈലന്റ് ആയിട്ടിരിക്കാൻ പോവുകയാണ്. ഇതൊരു പ്രോസസ്സാണ്. ഇതൊരു പ്രത്യേക പ്രാർത്ഥനയോ വേറെ ഒന്നുമല്ല. വേണമെങ്കിൽ ഇതിനൊരു പ്രാർത്ഥന എന്ന് വിളിക്കാമെങ്കിലും ഇതൊരു പ്രാർത്ഥനയല്ല ശരിക്കും. ഇത് നമ്മളെ തന്നെ അറിയുന്ന ഒരു പ്രോസസ്സാണ്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. ആദ്യത്തെ സ്റ്റേജിൽ നിങ്ങളെ തന്നെ, നിങ്ങളുടെ സോളിനെ ഒന്ന് തൊട്ടറിയുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് അനുഭവിച്ചറിയുക, ഫീൽ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഇതിൽ നടക്കുന്നത്. ഈ പ്രോസസ്സ് വളരെ ചുരുങ്ങി ഏതാനും നിമിഷങ്ങൾ, 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ തീരുന്ന ഒരു പ്രോഗ്രാമാണ്. ജസ്റ്റ് നിങ്ങൾ കണ്ണടച്ചിരുന്നാൽ മാത്രം മതി. കണ്ണടച്ചിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മുദ്രകളൊന്നും പിടിക്കരുത്. നിങ്ങൾക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാത്ത പോസുകൾ, അതായത് ഈ പത്മാസനം പോലെ ഉള്ള പോസുകൾ, ആസനങ്ങൾ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ, NLP, EFT, ഇതൊന്നും അല്ല ഇത്. അതെല്ലാം നിങ്ങൾ മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് എഫക്റ്റ് ഉണ്ടാവൂ. നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രാക്ടീസ്, ഒരു മെഡിറ്റേഷൻ, ധ്യാനം, NLP, EFT, ഇതൊക്കെയാണ് എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഗുണവും കിട്ടൂല. അതെല്ലാം നിങ്ങൾ മറക്കണം. അതൊന്നും അല്ല ഈ പ്രോസസ്സ്. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നിങ്ങൾ ഇവിടെ എല്ലാം സമർപ്പിക്കുക, എല്ലാം സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴടങ്ങാനല്ല. സറണ്ടർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരിക്കലും അർത്ഥത്തെ നിങ്ങൾ കീഴടങ്ങുക എന്ന് വ്യാഖ്യാനിക്കരുത്. കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈഗോയെ, നിങ്ങളുടെ അഹങ്കാരത്തെ, നിങ്ങൾ നേടിയ മിടുക്കിനെ, നിങ്ങൾ എന്തോ ആയി എന്ന ഭാവത്തെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ അഹങ്കാരം, നിങ്ങളെന്ന ഭാവം, നിങ്ങളുടെ മിടുക്ക്, നിങ്ങൾ നേടിയതെല്ലാം ഒരു ശൂന്യമായ ഒരു പാത്രമായി മാറാനാണ് പറഞ്ഞത്. അങ്ങനെ കംപ്ലീറ്റ്ലി ഫ്രീ ആയി സമർപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ ആ സൈലൻസിൽ ഒരു പ്രത്യേക വർക്ക് നടക്കും. ആ വർക്ക് ചെയ്യുന്ന ഒരു മെക്കാനിക്ക് മാത്രമാണ് ഞാൻ. ഓക്കെ, നിങ്ങൾ വളരെ കൂളായിട്ട്, നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുക. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക, ഒന്നിനും വേണ്ടി ശ്രമിക്കാതിരിക്കുക. അതാണ് ഇതിന്റെ സീക്രട്ട്. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക, ഒന്നിനും വേണ്ടി ശ്രമിക്കാതിരിക്കുക, ഒന്നും ചിന്തിക്കാതിരിക്കുക. ചിന്തകൾ വരും, നിങ്ങൾ ബോധപൂർവം ചിന്തിക്കാതിരിക്കുക. വെറുതെ ഇരിക്കുമ്പോ ചിന്ത വരും, അത് വന്നോട്ടെ. നിങ്ങളായിട്ട് ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത്, വളരെ ഫ്രണ്ടിൽ കാണുന്ന ഒരു മഞ്ഞ ഗോൾഡൻ കളറിലുള്ള ഒരു നിറം ഉണ്ടാവും ഫ്രണ്ടിൽ.
ഗോൾഡൻ കളർ. നമ്മളിങ്ങനെ കണ്ണടയ്ക്കുമ്പോ എല്ലാവരും ഒന്ന് കണ്ണടച്ച് കണ്ണടയ്ക്കുമ്പോ മുമ്പില് ചുവപ്പ് കലർന്ന ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു പ്രകാശം പോലൊരു ഒരു ഒരു ജസ്റ്റ് ഒരു ഇത് വരും. അതിലേക്ക് മാത്രം ഒന്ന് ജസ്റ്റ് ചുമ്മാ നോക്കിയിരിക്കുക, ചുമ്മാ വീക്ഷിച്ചിരിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കണ്ണടയ്ക്കുമ്പോ മൊത്തം ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ടിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. ഇത്രേ ഉള്ളൂ. ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ അത്രയും ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് സ്ഥിരമായി നിങ്ങൾ 40, 41 ദിവസമോ അല്ലെങ്കിൽ 90 ദിവസമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ നിലവിലുള്ള ഒരു സ്റ്റേജ് മാറും. പെട്ടെന്നുള്ള ദേഷ്യം മാറും, ഭയം മാറും, ആങ്സൈറ്റി മാറും, ഡിപ്രഷൻ മാറും, എല്ലാം മാറും. കണ്ണടച്ചിരിക്കുമ്പോൾ ഇടയ്ക്ക് തുറക്കാൻ തോന്നിയാലും തുറക്കരുത് പെട്ടെന്ന്. ഞാൻ പറയുന്നത് വരെ കണ്ണടച്ചിരിക്കണം. ഇപ്പൊ കണ്ണു തുറക്കാം. ഓക്കെ, കണ്ണു തുറക്കാം. ഞാന് പറയുന്നത് വരെ കണ്ണടച്ചിരിക്കണം. ഞാൻ തുറക്കാൻ പറയുമ്പോ തുറക്കാവുള്ളൂ. ഇടയ്ക്ക് കണ്ണ് തുറക്കാൻ തോന്നും ആദ്യമായിട്ടിരിക്കുന്ന ആളുകൾക്കാണ്. എന്നാലും തുറക്കരുത്, കണ്ണടച്ച് തന്നെ ഇരിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, വേദനകളോ ഒക്കെ വന്നാലും പ്രശ്നമില്ല. അതെല്ലാം കുറച്ച് കഴിയുമ്പോൾ മാറും. എന്തെങ്കിലും കൈക്ക് വൈബ്രേഷനോ അല്ലെങ്കിൽ ഇതൊന്നും വന്നാൽ പേടിക്കണ്ട. ഏഹ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാലും പേടിക്കണ്ട. അത് വളരെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് പുറത്തു പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ.